അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരോടൊത്ത് അല്ലെങ്കിൽ കുടുംബക്കാരോടൊത്ത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കണമെന്നാണ് ഇന്നത്തെ യുവതലമുറയുടെ ആഗ്രഹം. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് സെബ്രോണിക്സ് പുറത്തിറക്കുന്ന ഒരു DJ സ്പീക്കറാണ് സെബ്ത്രം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ സ്പീക്കർ. അപ്പോൾ ആ ഒരു ബോക്സിൽ നമുക്ക് ഈ ഒരു വലിയ DJ സ്പീക്കർ കൂടാതെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള 2 വയർലെസ് UHF മൈക്ക്, റിമോട്ട്, പവർ കേബിള്, ഓഡിയോ കേബിള്, FM റിസപ്ഷൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ, പിന്നെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് എന്നിവയാണ്. അപ്പോൾ മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബോഡിയാണിത്. 10.5 കിലോഗ്രാം ഭാരമുണ്ട് ഈ ഒരു സ്പീക്കറിന്. ഇവിടെ നമുക്ക് 8 ഇഞ്ചിൻ്റെ 4 ഓംസിൻ്റെ ഒരു വൂഫർ, പിന്നെ താഴെയായിട്ട് 3 ഇഞ്ചിൻ്റെ 4 ഓംസിൻ്റെ 2 ട്യൂട്ടർ, ഇത്രയുമാണ് കാണാനാവുന്നത്. അപ്പോൾ ഈ ഒരു DJ സ്പീക്കറിന് കമ്പനി ഔട്ട്പുട്ട് പറയുന്നത് 240 വാട്ട് RMS എന്നാണ്. അപ്പോൾ ഇതിന് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിവിടെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൺട്രോളുകളൊന്നും കാണാനല്ല, എന്നാൽ ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിറയെ കൺട്രോളുകളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിചയപ്പെടാം. അതിനു മുമ്പ് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളതെന്ന് കൂടി നോക്കാം. ജസ്റ്റ് ഒരു പവർ സ്വിച്ചും പവർ കോഡ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ് ഇവിടെ കാണാനാവുക. ഇതിന് 2 സൈഡിലായിട്ട് നമുക്ക് ക്യാരി ഹാൻഡിലുണ്ട്. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ പൊക്കിക്കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു ഡിസ്പ്ലേ കാണാം. ഇടത് സൈഡിലുള്ള സ്റ്റാൻഡ് ബൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ഓൺ ആക്കാം. ഇതിനടുത്ത് ഓക്സിൻ, USB പോർട്ടുകൾ കാണാം. സൈഡിലുള്ള ഫംഗ്ഷൻ ബട്ടൺ സെലക്ട് ചെയ്താൽ ബ്ലൂടൂത്ത്, ഓക്സ്, FM എന്നിങ്ങനെയുള്ള മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. USB-ക്കും ബ്ലൂടൂത്തിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 സ്വിച്ചുകൾ വേറെയും ഉണ്ട് ഇടത് ഭാഗത്തായിട്ട്. നമ്മൾ മൊബൈലിൽ നിന്നും ട്രാക്ക് സെലക്ട് ചെയ്താൽ ആ ഒരു ട്രാക്കിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു കൺട്രോൾ. നെക്സ്റ്റ് ട്രാക്കൊക്കെ ഇവിടെ കാണുന്ന ഈ ഒരു സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് ഗിറ്റാർ അല്ലെങ്കിൽ മറ്റ് മ്യൂസിക് ഉപകരണങ്ങളിൽ നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യാം. കമ്പനി നമുക്ക് 2 UHF മൈക്ക് പാക്കേജിൽ തരുന്നുണ്ട്. അതല്ലാതെ വയേർഡ് ആയിട്ടുള്ളത് കണക്ട് ചെയ്യണമെങ്കിൽ ഈ 2 പോർട്ടുകൾ ഉപയോഗിക്കാം. മൈക്കുകളുടെ വോയിസിൽ ബേസ്, ട്രബിള്, എക്കോ എന്നിങ്ങനെ 3ഉം അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ 3 കൺട്രോൾ. ഇതുകൂടാതെ ഇടതുവശത്ത് 2 കൺട്രോൾ കൂടി കാണാൻ സാധിക്കും. അത് മൈക്കിൻ്റെയും ഗിറ്റാറിൻ്റെയും വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൈക്കിൻ്റെ ബേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാസ് അല്ലെങ്കിൽ ബേസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനി ട്രബിൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതുകൂടാതെ നമുക്ക് എക്കോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പല ലെവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, മൈക്കുകളുടെയും കണക്റ്റഡ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസ്, മ്യൂസിക് ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ വോളിയം ഒരൊറ്റ സമയത്ത് കൺട്രോൾ ചെയ്യാനാണ് മാസ്റ്റർ വോളിയം എന്നുള്ള ഈ ഒരു വലിയ കൺട്രോൾ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മൈക്കിൻ്റെയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെയും ഒരേ സമയം കൂടി. ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു സ്ലൈഡർ കാണാം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം ബേസ് നമുക്ക് വളരെ പെട്ടെന്ന് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡർ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടുമല്ലേ? ഇവിടെ നമുക്ക് റിപ്പീറ്റ് എന്നും മ്യൂട്ട് എന്നും 2 ബട്ടണുകൾ കാണാം. മ്യൂസിക് ട്രാക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ 2 ബട്ടണുകൾ ഉപയോഗിക്കാം. ഇനി ഇവിടെ ഇതുപോലെ വലിയൊരു പ്ലേയും പോസും ഉള്ള ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ട്രാക്ക് നമുക്ക് പെട്ടെന്ന് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്ലേ ചെയ്യാനും. ഇവിടെ നമുക്ക് ഇത്തരത്തിൽ എഫക്ട്സ് എന്ന് എഴുതിയേക്കണ 8 ബട്ടണുകൾ കാണാം. ഈ 8 ബട്ടണുകൾ എന്ന് പറഞ്ഞാൽ 8 എഫക്ട്സ് ആണ്. നമ്മളൊരു പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ജസ്റ്റ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇവിടെ നമുക്ക് ഇത്തരത്തിൽ 10 ബട്ടണുകൾ കാണാം. ഈ 10 ബട്ടണുകളിൽ വോയിസ് മൈനസും പ്ലസും അതുകൂടാതെ വോയിസ് നാച്ചുറൽ എന്ന് കാണാം. ഇത് നമ്മൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ ആ പിച്ചിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിച്ച് ലോയും ഹൈയും ആക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ആ നോർമലിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടണുകൾ. ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലോ ആക്കാൻ പോവാണ്. 12 ലെവൽ വരെ നമുക്ക് ലോ ആക്കാം. അതുപോലെ തന്നെ ഹൈ ആക്കാം. ഇനി ഞാൻ മൈക്കിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കേൾക്കുന്നത് നോക്കോ. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയുണ്ട്? എൻ്റെ ശബ്ദം കൊള്ളാമല്ലേ? കണ്ണാടിയിലെ ശബ്ദം പോലെയുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് പിച്ച് കൂട്ടി കൊടുത്തു നോക്കാം. ഹൈ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട്? കൊള്ളാമോ ശബ്ദം? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉപയോഗം.
ഇവിടെ പ്രയോറിറ്റി എന്നൊരു ബട്ടൺ കാണാം. ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മൈക്കിൽ സംസാരിക്കുകയാണെങ്കിൽ മൈക്കിൻ്റെ വോളിയം തനിയെ കൂടി വരികയും അതായത് BGM തനിയെ കുറഞ്ഞു പോകുന്നു, ഫെയ്ഡായി പോകുന്നു. അത്തരത്തിലൊരു എഫക്റ്റാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇനി മൈക്കിൽ കൂടി സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ മൈക്കിൽ കൂടി ഞാൻ സംസാരിക്കുന്ന സമയത്ത് തനിയെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫെയ്ഡ് ഔട്ട് ആയി. ഇനി ഞാൻ മൈക്കിൽ കൂടിയുള്ള ഈ സംസാരം നിർത്തുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തനിയെ കൂടി വരും. കേട്ടോ? അപ്പൊ ഇതാണ് ഇതിന്റെ ആ ഒരു പ്രത്യേകത. ഇനി നമുക്കിവിടെ വോക്കൽ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് കരോക്കെ പാടുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ ഒരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്ക് കരോക്കെ ആയിട്ട് മാറ്റാം. അതായത് അതിനുള്ള ആ വോക്കൽ, ഒരാൾ പാടുന്ന ശബ്ദം നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. 100% കുറയ്ക്കാമെന്നല്ല, പരമാവധി കുറയ്ക്കാം. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇനി വോക്കൽ അമർത്താൻ പോവേട്ടോ. അപ്പൊ ആ വോക്കൽ, അതായത് പാടുന്ന ആളുടെ ശബ്ദം കുറയുന്നത് ശ്രദ്ധിച്ചോ. കേട്ടോ, പരമാവധി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കരോക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പോലെ ഒക്കെ ഏകദേശം ഉപയോഗിക്കാം. ഇനി നമുക്കിവിടെ ട്രെബിളിന്റെ സ്വിച്ചുകൾ കാണാം. ട്രെബിൾ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനായിട്ടുള്ള സ്വിച്ചുകൾ. അതുപോലെ 3D എന്ന് പറയുന്ന ഒരു എക്കോ പോലെ നമുക്ക് ചെറിയൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു മോഡുണ്ട്. പിന്നെ ഇതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് നോർമലിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിനായിട്ടും ഒരു ഷോർട്ട് കട്ട്. ഇനി ഇവിടെ നമുക്ക് റെക്കോർഡ് എന്നൊരു ബട്ടൺ കാണാം. റെക്കോർഡ് എന്ന ബട്ടൺ ഉപയോഗിക്കുന്നത് FM റേഡിയോയിൽ നിന്നുള്ളൊരു ശബ്ദം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മറ്റു ഗിറ്റാർ അല്ലെങ്കിൽ മൈക്ക് ഇങ്ങനെയുള്ള ആ ഒരു ഇൻപുട്ടിൽ നിന്നുമുള്ള ശബ്ദം നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം USB സ്റ്റോറേജിലേക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു USB സ്റ്റോറേജിൽ ഇട്ടിട്ട് ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ അമർത്തിയാൽ മതി. ആ സമയത്ത് ഇവിടെ റെക്കോർഡ് എന്നുള്ളതിൻ്റെ അവിടെ ഒരു റെഡ് ബട്ടൺ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 10 സ്വിച്ചുകളുടെ ഉപയോഗം. പിന്നെ നമുക്ക് ഇതിൽ FM ഉണ്ടെന്ന് പറഞ്ഞു. ഈ FM നമുക്ക് ചാനലുകൾ സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂൺ ചെയ്തോളും. ഇനി നമുക്ക് ഇവിടെ LED, സ്പീക്കർ, ഓൺ ഓഫ് എന്നിങ്ങനെ 3 ബട്ടണുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലൈറ്റ്, അതായത് ഇവിടെയുള്ള ഈ ലൈറ്റും അതുപോലെ സ്പീക്കറിനുള്ളിലുള്ള ലൈറ്റും നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് അമർത്തി കൊടുത്താൽ മതി, അത് ഓഫ് ആകും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അനിമേഷനുകളൊക്കെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു LED എന്ന് അമർത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു ബാറിനുള്ളിലുള്ള LED അനിമേഷൻസ് മാറും. കേട്ടോ? ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പീക്കറിനകത്തുള്ള LED ലൈറ്റിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കർ ഒന്ന് അമർത്തി കൊടുത്തായി. അവിടെ നമുക്ക് അനിമേഷൻസ് അല്ല, ശരിക്കും ജസ്റ്റ് ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. $17,999 ഇതിന് വില വരുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു വിലക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഒരു കുടുംബ യൂണിറ്റ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ മൈക്കൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതാണ്. പിന്നെ ഇത് കൂടാതെ സെബ്രോണിക്സ് അടുത്ത് വേറൊരു DJ സ്പീക്കർ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ വീഡിയോയും ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ളൊരു ബേസും നല്ല വോളിയം ഒക്കെ ഉള്ള ഒരു DJ സ്പീക്കറാണ് സെബ്രോണിക്സിൻ്റെ സെപ്തം എന്ന് പറയാം. ഏതായാലും നിങ്ങൾ ഇത്തരത്തിൽ DJ സ്പീക്കറുകൾ ഉപയോഗിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി, അതായത് ചിലപ്പോൾ നിങ്ങൾ വേറൊരു മോഡൽ ഉപയോഗിക്കുന്നുണ്ടാവാം, ഈ DJ സ്പീക്കറുകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.